ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അരക്കപ്പ് സേമിയയും ഒരു മുട്ടയും ചേർത്ത് വ്യത്യസ്തമായ രുചിയിൽ ഒരു ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെസിപ്പി പരിചയപ്പെടാം. അതിനായിട്ട് അരക്കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്ത സേമിയ ആണെങ്കിലും എടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് കേട്ടോ. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് 4 മണിക്കൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. 1/4 കപ്പ് പഞ്ചസാര ഇതിന് കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് 2 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് വാനില എസൻസും ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് അടിച്ച് വരുമ്പം ഇതുപോലെ നല്ലൊരു മിക്സായിട്ട് കിട്ടും. അതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേറെ വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു തുള്ളി വെള്ളമോ ഒന്നും ചേർക്കാതെ നല്ല കറക്റ്റ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി പരുവത്തിൽ നമുക്ക് കിട്ടും. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇന്ന് ഉരുട്ടിയെടുക്കണം. ഇതിന് നമ്മൾ ചെറിയ പൂരിയുടെ വലിപ്പത്തിലൊക്കെയുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുക്കേണ്ടത്. ഇപ്പോൾ ഇതിനെ സൂം ചെയ്ത് കാണിക്കുമ്പം വലിപ്പം തോന്നുന്നതാണ്. പക്ഷേ ഇതൊരു 10-12ഓളം എനിക്ക് ചെറിയ ബോളായിട്ട് എടുക്കുമ്പം ഒരു 12 ഉരുളകളോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേ അളവിലാണ് തയ്യാറാക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു 12 അല്ലെ 13 ബോളുകൾ ഇതുപോലെ തന്നെ കിട്ടും. അതാണ് ഇതിൻ്റെ കറക്റ്റ് അളവ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പിലാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ച് കൊടുത്തിട്ട് സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഷേപ്പിലായിട്ട് ഇങ്ങനെ ഒരു പൂ പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ ഇരിക്കും. ഏതാണ്ട് നല്ലൊരു ഡിസൈനിങ് നമുക്ക് കിട്ടുമേ. ഇതുപോലെ തന്നെ എല്ലാ സ്പൂണ് കൊണ്ട് ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും. ഇതുപോലെ എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലാക്കി വെച്ച ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എല്ലാം തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ വെന്ത് വരാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയിൽ നിന്നും പൊങ്ങി വരും. ആ എണ്ണയിൽ നിന്നും പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ നടുക്കുവശമൊക്കെ നന്നായിട്ട് വെന്ത് വരണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് സിമ്മിലിട്ട് കൊടുത്ത് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം 1/2 കപ്പ് സേമിയയും ഒരു മുട്ടയും കൊണ്ട് വളരെ ഈസി ആയിട്ട് കുട്ടികൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്രിസ്പി ആയിട്ട് ബിസ്ക്കറ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ഷേപ്പുള്ള ഈ ഒരു ക്രിസ്പി ആയിട്ടുള്ള റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.